എല്ലായിടും നിങ്ങൾക്ക് കേറാൻ കഴിയില്ല, സൈഡാക്കിട്ടാ പോയിക്കോളൂ. നമുക്ക് ഇന്നലെ ജ്വല്ലറി സ്പോട്ടിൽ പോയാലോ? പൊന്നെ കടലോക്ക് എങ്ങനെയാ കടലെങ്ങനാ ഉപ്പുണ്ടാ? ഇന്ന് നമ്മളിവിടെ 2 സെലിബ്രിറ്റീസ് കൂടി ഉണ്ട് കേട്ടാ. ഇത് നമ്മളെ കുഞ്ഞൂട്ടൻ, പിന്നെ ശ്രീനിഷ് ബ്രോ. ചോടിക്കാരും കഴിയില്ല. ചോറ് ഞാൻ ബാത്റൂമിൽ കഷ്ടപ്പെട്ടിട്ട് വായി വെച്ച്. എല്ലായിടും നിങ്ങൾക്ക് കേറാൻ കഴിയില്ല, സൈഡാക്കിട്ടാ പോയിക്കോളൂ. നിങ്ങളെന്തെങ്കിലും നാടൻ നോക്ക. കളിയാക്കൊന്നില്ല പറഞ്ഞോ. പയ്യ വന്നിട്ട് ആരെയും വിളിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചോളൂ. എല്ലാം കഴിഞ്ഞിട്ട് എന്റെ ഫോൺ തന്നെ ഇവന്റെ ഫോണിൽ അടിക്കുക. അടിച്ചു നോക്കുമ്പോ പോക്കറ്റ് തെറിക്കുകയും അങ്ങനത്തെ മുന്നേ. അത് നല്ല പാട്ടാണ്, അതിന്റെ വൈബ് നിങ്ങൾക്ക് അറിയാറ്റാണ്. ഇവർക്കൊന്നും ഇഷ്ടമല്ല ഓൾഡ് സോങ്സ്. ഏതൊരു പാട്ട് നല്ല അടിപൊളി പാട്ടാണ്. ഇവർക്കൊന്നും അറിയില്ല അതിന്റെ വൈബ്. പാട്ടിന് അങ്ങനെ കാലവും 80s 90s 20s ഒന്നും ഇല്ല. നമ്മളെല്ലാ കാലത്തെ പാട്ട് ആസ്വദിക്കാൻ പഠിക്കണം അല്ലേ? അങ്ങനെയല്ലേ? സപ്പോർട്ടുണ്ട് ആൾക്കാര്. സൊറയൊക്കെ പറഞ്ഞ് നമ്മൾ സ്പോട്ടിലെത്തുമ്പോഴത്തേക്കും സ്പോട്ട് ക്ലോസ്ഡ് ഗൈസ്. നോക്കുമ്പോൾ അവിടെ റിനോവേഷൻ പരിപാടി നടക്കുന്നതുകൊണ്ട് താൽക്കാലികമായിട്ട് ടെമ്പററിലി ക്ലോസ്ഡ് ആണെന്ന് എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ എന്തെല്ലോ തിന്നാൻ വേണ്ടി വന്ന് അവസാനം ചീറ്റിപ്പോയി. നമ്മളെവിടെ ആ പരിപാടി അവതരിപ്പിച്ചാലും ആയിപ്പോയി. ഇപ്പൊ അടുത്ത നോക്കാം, നമുക്ക് ഏതൊക്കെ ഹോട്ടൽ നീരെല്ലാം കൂട്ടി വന്നെങ്കിൽ എന്നെ മാത്രം കൂട്ടിയാ. അതെ കരിക്കാൻ പിടിയതാ. അങ്ങനെ ഞങ്ങള് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ദൂരമൊന്നുമല്ല, അതിന്റെ തൊട്ടിപ്പുറം തന്നെ കരീംസിന്റെ വേറെ തന്നെ ഒരു ഔട്ട്ലെറ്റും കൂടി ഉണ്ടായിരുന്നു. ഇവിടെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനായാലും നമുക്ക് ഫുഡ് മേക്ക് ചെയ്യാനായാലും നല്ല വൃത്തിക്ക് കാണാനും പറ്റി. ഇവിടെയുള്ള സ്പെഷ്യൽ ഐറ്റമാണ് അപ്പം പൊള്ളിച്ചത്. നമ്മളും അത് ട്രൈ ചെയ്യാനാണ് വന്നത്. ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മളെ കിച്ചണിലൂടെയാണ് ഞങ്ങൾ അകത്തേക്ക് കിടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മേക്കിംഗ് വീഡിയോസ് നല്ല അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ അപ്പം പൊളിച്ചു, അൽഫാം, ഷവായും കൂടിയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ പള്ളിച്ചോറും പറഞ്ഞു. ഫുഡ് വരുന്നവരെ അങ്ങനെ കുറച്ച് യോഗൻ്റെ പേരിലാണ് നമ്മൾ ഷവായ ആയാലും പെരിപ്പരി ആയാലും അൽഫാം കൊണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പെരിപ്പരി ആയിരുന്നു.
പിന്നെ പഴച്ചോറ് അതൊരു ഒത്തൻറ്റിക് ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കല്യാണത്തിനൊക്കെ കിട്ടുന്ന നല്ല നെയ്ച്ചോറ് ബീഫ് കറി, ബീഫൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഗ്രേവി കറി നല്ല വറുത്തരച്ച ഒരു നല്ല അടിപൊളി ടേസ്റ്റ്. നന്നായിട്ട് എൻജോയ് ചെയ്ത്. എനിക്ക് പേഴ്സണലി ബീഫ് അത്ര ഇഷ്ടമില്ല, ബട്ട് ഇത് നന്നായിട്ട് ഇഷ്ടമായി. അവസാനമായി ഒരു ഗ്രേപ്പ് ജ്യൂസും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ചേച്ചിമാരെ തട്ടുകടയിലേക്ക് പോകാനാണ് പ്ലാന്. നിങ്ങളിനി കരംസിലേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ള ഫസ്റ്റ് ഔട്ട്ലെറ്റിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഇവരെ പുതിയ ഔട്ട്ലെറ്റ് ഉള്ളത്. പഴയത് റിനോവേഷൻ വർക്കിലാണ്, സോ അത് ടെമ്പററിലി ക്ലോസ്ഡ് ആണ്. അങ്ങനെ തപ്പിപ്പിടിച്ച് ചേച്ചിമാരുടെ കസിൻസ് നെസ്കഫിൽ എത്തുമ്പോഴേക്കും ഒരു രക്ഷയില്ലാത്ത തിരക്ക്. നമ്മളിവിടെ എത്തുമ്പോഴേക്കും ചിക്കൻ ഓൾമോസ്റ്റ് ഡണ്ണായിട്ടുണ്ടായിരുന്നു. എന്തോ ലക്കിന് നമുക്കുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ദോശ മാത്രമല്ല, ചിക്കനും ബീഫും ഒക്കെ ഉണ്ട്. കുറേ സമയം കാത്തു നിന്ന് ലാസ്റ്റായി ചേച്ചിമാരോടൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ രണ്ട് ദോശ. ഇനി മറ്റേ ഇതല്ല, കിട്ടിപ്പോയി 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 കിട്ടി കിട്ടി കിട്ടിപ്പോയി. ഇരിക്കാനുള്ള സ്ഥലമൊന്നും കിട്ടിയില്ല, പക്ഷെ ഇറ്റ്സ് ഓക്കെ, നമ്മൾ നിന്നങ്ങ് കഴിച്ചു. നോക്കിയെന്നും അച്ഛാ
ഫോൺ പിടിച്ചാ പോയി വേണൊക്കെ പോയി കഴിക്കും. എല്ലാരും കഴിച്ചില്ലേ? വീഡിയോ എടുത്തേ? ഒരുപാട് റീൽസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് പോയ സ്പോട്ടാണ്. ഈ വീഡിയോ പറയുന്ന അത്ര ഹൈപ്പില്ലെങ്കിലും കൊള്ളാം ഫുഡ്. പിന്നെ ഇങ്ങനെ ഒരുമിച്ച് എല്ലാരും കൂടി കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീലും ടേസ്റ്റും തന്നെ. സംഗതി കാണാം. അത് എണ്ണ പോകാൻ എളുപ്പവഴി. എനിക്കല്ലേ പോണ്ടേ? ഇടക്ക് നമുക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് എന്റർടൈൻമെന്റ് കിട്ടാറുണ്ട്. ഇതുകൊണ്ടല്ല ഒന്ന് മരിച്ചിന് ഉറങ്ങുമ്പോ ഇതുപോലെ ചവിട്ടിട്ട് എനിക്കറിയില്ല. വിഷമുണ്ട്. ഒന്നും കിട്ടൂല. ഇന്നത്തെ കൊട്ട നിക്കടാ. എന്താ പറ? റെക്കോർഡ് സാറില്ല. അടക്കി ഇതിട്ടാ എല്ലാത്തിലും ആഗ്രഹം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിൽ അടിപൊളി ഫുഡ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ.